അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പുത്തറ ബ്രദറിൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് ചെറിയ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബ്രദറിൻ്റെ വീട്ടിലേക്ക് കയറിയതാണ് കേട്ടോ. അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഒക്കെ സെറ്റാക്കി വെച്ചാൽ നമുക്ക് പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേന് കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്രൈഡ് റൈസും ചിക്കൻ കടായാണ് കേട്ടോ. പിന്നെ കുറച്ച് പത്തിരി, പൊറോട്ട, ബീഫ് കറി, ബീഫ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളും കേട്ടോ. കൂട്ടത്തിൽ പിന്നെ കുറച്ച് എണ്ണക്കടികളും ഉണ്ട്. ഉള്ള സവാളൊക്കെ കുറച്ച് ഞാൻ കട്ട് ചെയ്ത് കൊടുത്ത് കണ്ണേരിഞ്ഞ്. അപ്പം ഞാൻ അവിടെ നിന്ന് നീച്ച് പോയിട്ടോ. പിന്നെ കറിക്കുള്ള തേങ്ങമ്മ വറുത്തെടുത്തിട്ടുണ്ട്. അതേപോലെ കടായിലേക്കുള്ള ചിക്കനും മസാലയൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾ നമ്മളെ പിന്നാലെ വന്നിട്ടുണ്ട് കേട്ടോ തിരിച്ചണക്ക്. അപ്പോൾ അവരൊരു വശത്തുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് കറിയൊക്കെ ഇവിടെ റെഡിയായിട്ട് തേങ്ങയൊക്കെ പാർന്നതാണ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ റൈസൊക്കെയുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുക്ക് താത്താർ ഇവിടെ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ് സമൂസയ്ക്കുള്ള ഫില്ലിങ് ഞാൻ ഉണ്ടാക്കിക്കോളാം. ആ ഒരു സമൂസയുടെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ ഞാൻ അതേപോലെ ഉണ്ടാക്കിക്കോളാം, നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് പറയുന്ന പറഞ്ഞിട്ട് ഞാൻ സവാളയൊക്കെ വഴറ്റാൻ നിന്ന് കേട്ടോ. സാധാരണ ഇവിടെ വീട്ടിൽ വന്നാൽ ഞാൻ പിന്നെ ഒന്നും എടുക്കാറില്ല കേട്ടോ. അവർ തന്നെയാണ് എല്ലതും ഉണ്ടാക്കാറ്, നാത്തന്മാരും ഉമ്മയൊക്കെ കൂടിയിട്ട്. സമൂസ സ്പെഷ്യലായതുകൊണ്ട് ഞാൻ എന്നെ കയറിയതാണ്. അപ്പോൾ എന്നെക്കൊണ്ട് വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ എന്നൊക്കെ അറിയട്ടെ അവർ. അങ്ങനെ ഇതാ നമ്മുടെ സമൂസയുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവർ അതിൽ കയറി ഒന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ. പിന്നെ അതിൻ്റെ അടുക്ക് ഒരു വശത്ത് നമ്മുടെ ബീഫൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് അതൊന്ന് തിളപ്പിച്ച് വറ്റിക്കാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ ചിക്കൻ ഫ്രൈ ആക്കുന്നുണ്ട്. അതിൻ്റെ അടുക്ക് മക്കൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓടിക്കളിക്കുകയാണ് കേട്ടോ. ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ സമൂസയൊക്കെ സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും. നമ്മൾ ഷീറ്റൊക്കെ മടക്കി കൊടുത്താൽ എളുപ്പമായല്ലോ ഫ്രൈ ആക്കാൻ. അപ്പോൾ ഞാനും അനിയത്തിയും നാത്തനും കൂടി അതൊക്കെ ഒന്ന് മടക്കി കൊടുത്ത് അതിൻ്റെ അടുക്ക് താത്തമാർ രണ്ടാളും കൂടിയിട്ട് റൈസൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഒരാൾ റൈസ് ഉണ്ടാക്കാനും ഒരാൾ ഇതാ കടായിലേക്കുള്ള സവാളയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ. എല്ലാവരും കൂടി സംസാരിച്ച് ഇങ്ങനെ ഇരുന്ന് കിച്ചണിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഇതുപോലെ എല്ലാവരും കൂടിയൊക്കെ ഒരുമിച്ച് കൂടുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല രസമായിരിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വൈകുന്നേരമാണ് കേട്ടോ ഇങ്ങോട്ട് കയറിയത്. കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനേ ഇനി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏകദേശം ബാങ്ക് വിളിക്കാൻ ടൈമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധികം ആളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വീട്ടുകാരന്നെ ഉള്ളായിരുന്നു. പിന്നെ നിനുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സുകളുണ്ടായിന്. അവരിതവിടെ ഡാൻസൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്കൂളിലെന്തോ വാർഷികം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അവരും നോമ്പ് തുറക്കാൻ വന്നിട്ടുണ്ടായിന്. നല്ല രസമായിരുന്നു കേട്ടോ. മക്കളൊക്കെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഇളച്ചനുണ്ടായിന് കേട്ടോ. അനിയത്തി പോവാണ്, അപ്പോൾ അവളെ കൊണ്ടുപോകാൻ ഓനും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ആൾക്കാരുള്ളൂ. പിന്നെ നിയമോള് തനു ബേബിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ബാങ്കൊക്കെ കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് നോമ്പ് തുറന്നിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടോ.
എല്ലാവർക്കും മടിയാണ് ഗൈസ്. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ ആദ്യം ആയവർക്കൊക്കെ കൊടുത്തു കേട്ടോ. നമ്മൾ പിന്നെ ആ ഒരു സമയത്ത് അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന് പിന്നെ എല്ലാവരും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ പെണ്ണുങ്ങൾ ഫുഡ് കഴിച്ചത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മക്കളിതവിടെ അവർക്ക് പിന്നെ ഒരു ഫോൺ കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ഫോണുമ്പോൾ കൂടിയിട്ടുണ്ട്. പിന്നെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുമെങ്കിലും നമുക്ക് പിന്നെ അത് കഴിക്കാനാണ് കഴിയില്ലല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ നിനോൻ്റെ ഫ്രണ്ട്സൊക്കെ പിന്നെ പോയിട്ടുണ്ടായിന് കേട്ടോ. അവരെ പിന്നെ ബിച്ചി കൊണ്ടുപോയാക്കാണ് ചെയ്തത് ഓലെ വീട്ടിലേക്ക്. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും എത്തിയിട്ട് നമ്മളും ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. പിന്നെ അളച്ചന് തറാവിയൊക്കെ പള്ളിക്കൊക്കെ പോയി വന്നിട്ടാണ് ലുബി പിന്നെ പോയത്. അപ്പം അവൾക്ക് പിന്നെ കുറച്ച് ടൈമും കൂടി ഞങ്ങളെ കൂടെ ഇരിക്കാനുള്ളൊരു സമയം കിട്ടിയിട്ടോ. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു നോമ്പുതുറ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാനെപ്പോഴും പറയുന്നത് പോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.